എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 260 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? ദി ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഈക്വലേറ്റഡ് ട്രയാങ്കിൾസ് ആൻഡ് ദി ലെങ്ത് ഓഫ് എ ബേസ് എഡ്ജ് ഈസ് 30 സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് സർഫസ് ഏരിയ? അതായത് ഒരു സമചതുര സ്തൂപിക അല്ലെ, സമചതുര സ്തൂപിക അതിന്റെ ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ പാർശ്വമുഖങ്ങൾ അല്ലെ, പാർശ്വമുഖങ്ങൾ എന്ത് ഷേപ്പിലാണ്? സമഭുജ ത്രികോണങ്ങളാണ് അല്ലെ, ഈക്വലേറ്റഡ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ഇനി അതിന് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ലെങ്ത് ഓഫ് എ ബേസ് എഡ്ജ് അല്ലെ, അതായത് പാദവക്കിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് സർഫസ് ഏരിയ? അതിന്റെ ഉപരിതല പരപ്പളവ് എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയാൽ സ്ക്വയർ പിരമിഡ് അല്ലെ, സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് സമചതുര സ്തൂപികയാണ്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ അല്ലെ, നമുക്ക് TSA ടോട്ടൽ, ഞാൻ ചുരുക്കി എഴുതിയാണ് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെ, ആകെ ഉപരിതല പരപ്പളവ് സിക്കൽ എന്താണ്? നമുക്ക് പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. ബേസ് ഏരിയ, ബേസിന്റെ ഏരിയ പ്ലസ് എന്ത് വരും? ലാറ്ററൽ സർഫസ് അല്ലെ, ലാറ്ററൽ സർഫസിന്റെ ഏരിയ, ലാറ്ററൽ സർഫസിന്റെ ഏരിയ അല്ലെ, അതായത് പാദത്തിന്റെ ഏരിയ, പിന്നെ ഈ ചുറ്റുമുള്ള അല്ലെ ലാറ്ററൽ സർഫസ് പാർശ്വമുഖങ്ങളുടെ ഏരിയ. അപ്പൊ ഇവിടെ നോക്കിയേ, ബേസ് അല്ലെ, ബേസിന്റെ ആകൃതി എന്താണ്? ബേസിന്റെ ആകൃതി നമുക്കറിയാം എന്താണ്? സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, കാരണം ഇതൊരു സമചതുര സ്തൂപികയാണ് അല്ലെ. അപ്പൊ നമുക്ക് ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ A സ്ക്വയർ അല്ലെ, ബേസിന്റെ ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് അല്ലെ, ലാറ്ററൽ സർഫസ് ഇതിന്റെ ആകൃതി എന്താ പറഞ്ഞിട്ടുള്ളത്? അത് ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ആണ്, അതായത് സമഭുജ ത്രികോണങ്ങളാണ് എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ നമുക്ക് ഒരു സമഭുജ ത്രികോണം, അതിന് എത്ര ഉണ്ട്? 4 സമഭുജ /ത്രികോണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്ത് വേണം? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ എന്താണ്? √3/4 A സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ബേസ് ഏരിയ, ഇത് ലാറ്ററൽ സർഫസിന്റെ ഏരിയ അല്ലെ. 4 എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് 4 × √3/4 A സ്ക്വയർ എന്ന് എടുത്തത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ എയുടെ വാല്യൂ അറിയാം അല്ലെ, 30 അല്ലേ. A = എത്രയാണ്? A 30 സെന്റിമീറ്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ A സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 സ്ക്വയർ പ്ലസ് 4 × √3/4 A സ്ക്വയർ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. നോക്കിയാൽ 4 അടിയിലുണ്ട് മുകളിലും ഉണ്ട് അല്ലെ. ഈ 4 ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരുന്നുള്ളൂ? √3 A സ്ക്വയർ എന്ന് വരുന്നുള്ളൂ അല്ലെ. അപ്പൊ √3 × എയുടെ വാല്യൂ 30, 30ന്റെ സ്ക്വയർ സീക്വൽ ടു 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9, 1 0 ആകുമ്പോൾ 2 0 അല്ലെ, പ്ലസ് √3 × 30 സ്ക്വയർ അല്ലെ. അപ്പൊ 30ന്റെ സ്ക്വയർ നമുക്കറിയാം 900 × √3 അല്ലെ, അതായത് 900 പ്ലസ് 900 × √3 വെച്ചാൽ 900 എന്തുകൊണ്ട് ഗുണിക്കേണ്ടി വരും? നമ്മൾ 1.73 അല്ലെ. അപ്പൊ എത്ര കിട്ടും? 900 പ്ലസ് ഇതൊന്ന് ഗുണിച്ചു നോക്കിയേ എത്ര കിട്ടുമെന്ന്? 1557 കിട്ടി അല്ലെ, 57. ഇനി നമ്മൾ ഇതൊന്നും ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 7 5 4 ബാക്കി 1 2 അല്ലെ. അപ്പൊ 2457 അത്രയും ഏരിയയാണ് അല്ലെ, സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാം. ആദ്യം ബേസ് ഏരിയ മാത്രം കാണാം, A സ്ക്വയർ കാണാം, അതിനുശേഷം ലാറ്ററൽ സർഫസ് ഏരിയ വേറെ കാണാം, എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇതേ രൂപത്തിൽ നമുക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ദി പെരിമീറ്റർ ഓഫ് ദി ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 40 സെന്റിമീറ്റേഴ്സ് ആൻഡ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ് ഈസ് 92 സെന്റിമീറ്റേഴ്സ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് സർഫസ് ഏരിയ അല്ലെ, ഇതാണ് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞ എപ്പോഴും ചോദ്യം നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിക്കുക. ഇവിടെ നോക്കിയാൽ ഒരു സമചതുര സ്തൂപിക അല്ലെ, ആ സമചതുര സ്തൂപിക അതിന്റെ എന്താ തന്നിട്ടുള്ളത്? ബേസിന്റെ പെരിമീറ്റർ, പാദ ചുറ്റളവ് തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ്? 40 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ സമചതുര സ്തൂപികയാണ് അല്ലെ, സമചതുരാണ്. അപ്പൊ അതിന്റെ എന്താണ് തന്നിട്ടുള്ളത്? പാദത്തിന്റെ ചുറ്റളവ് അല്ലെ, അതായത് 4A. അപ്പൊ 4A നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 40 സെന്റിമീറ്റർ. ഇനി ദി ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ് ഈസ് 92 അല്ലെ, അതായത് ആകെ വക്കുകളുടെ നീളം, ആകെ വക്കുകൾ. അപ്പൊ ആകെ വക്കുകൾ എന്ന് പറഞ്ഞാൽ എത്ര വക്കുകൾ വരും? അടിയിൽ 4 എണ്ണം അല്ലെ, ബേസിന്റെ 4 എണ്ണം വരും, പിന്നെ സൈഡുകളിൽ എത്ര എണ്ണം വരും? 4 വക്കുകൾ വരും അല്ലെ. അപ്പൊ മൊത്തം 4 4 8 വക്കുകൾ. അപ്പൊ എല്ലാത്തിന്റെയും നീളം എത്രയായിരിക്കും? 92 അല്ലെ. അപ്പൊ ടോട്ടൽ എല്ലാ വക്കുകളുടെ നീളം കൂടി കൂട്ടിയിട്ട് എത്ര കിട്ടി? 92 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ
ടോട്ടൽ സർഫസ് ഏരിയ അല്ലെ, ആകെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം ഉപരിതല പരപ്പളവ്, അതായത് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയയുടെ കൂടെ ലാറ്ററൽ സർഫസ് ഏരിയ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്വയർ ആണ്, അതുകൊണ്ട് എ സ്ക്വയർ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെ, അതായത് നമുക്ക് പാർശ്വങ്ങൾ എന്തിന്റെ ആകൃതിയാണ്, ത്രികോണങ്ങളാണ് അല്ലെ. അപ്പോൾ ഇവിടെ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ഒന്നല്ല. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം, ഹാഫ് ബി എച്ചിന് പകരം നമുക്കറിയാം എൽ ആണ് ഇത് അല്ലെ, നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ എൽ. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത്, ഏതിന്റെ ഹൈറ്റ്, ഈ സൈഡിന്റെ ഹൈറ്റ്, അല്ലാണ്ട് സ്തൂപികയുടെ ഹൈറ്റ് അല്ല, ഈ സൈഡിന്റെ അല്ലെ, ത്രികോണത്തിന്റെ ഹൈറ്റ്. അപ്പൊ അത് എൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അര ബി എച്ച്. അപ്പൊ അര എ എൽ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ടാവും അല്ലെ. അപ്പൊ 4 ഇൻറ്റു അര എ എൽ അല്ലെ, എ എൽ. അപ്പൊ ഇവിടെ ഹാഫ് ബി എച്ച്, ഒരു ത്രികോണത്തിന്റെ വിസ്തീർണമാണ് അര എ എൽ എന്ന് കൊടുത്തത് അല്ലെ. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇതിന്റെ നീളം, ഒരു വശത്തിന്റെ നീളം. പിന്നെയോ എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉന്നതി. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്കിത് ക്യാൻസൽ ചെയ്യാം അല്ലെ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നോക്കിയാൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്ത് തോന്നുന്നു, 2 അല്ലെ. അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ എ സ്ക്വയർ പ്ലസ് 2AL അല്ലെ. അപ്പൊ ഇങ്ങനെ ഉപയോഗിച്ചാൽ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ സർഫസ് ചെയ്യാൻ വെച്ചാൽ എ സ്ക്വയർ പ്ലസ് 2AL ആണ് അല്ലെ. അപ്പൊ അതിൽ നമുക്ക് എ അറിയണം. എ നോക്കിയേ, 4A നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 4A തന്നു കഴിഞ്ഞാൽ ഇന്ന് എ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അതായത് ഇവിടെ നോക്കിയാൽ 4A എന്ന് പറഞ്ഞാൽ 40 ആണ്. അങ്ങനെയാണെങ്കിൽ എ എത്ര വരും, 40/4 = 10 അല്ലെ. അപ്പൊ ഒരു വശത്തിന്റെ നീളം നമുക്ക് കിട്ടി എന്താണ്, 10. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് കിട്ടി 10 കിട്ടി. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്, എല്ലും കൂടിയും കിട്ടണം അല്ലെ. പക്ഷേ ഇവിടെ എല്ല് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എല്ല് എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ ഉയരം അല്ലെ, അതായത് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സ്ലാൻഡ് ഹൈറ്റ്. അത് നമുക്ക് തന്നിട്ടില്ല. അതിന് പകരം എന്താണ് തന്നിട്ടുള്ളത്, ഇവിടെ ആകെ വക്കുകളുടെ നീളം തന്നിട്ടുണ്ട്. എത്രയാണ്, 92 സെന്റിമീറ്റർ അല്ലെ. അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ എഡ്ജസ് അല്ലെ, ഓൾ എഡ്ജസ് എത്ര നമുക്ക് തന്നിട്ടുണ്ട്, 92 സെന്റിമീറ്റർ അല്ലെ. ഇനി ഇതിന്റെ ബേസിന്റെ നീളം മാത്രം എത്ര വരും, 40 അല്ലെ. 40 ആണ്. അതായത് ബേസിന്റെ 4 വശങ്ങളും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും, 40 കിട്ടും അല്ലെ. അപ്പൊ നോക്കിയാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ്, ഓൾ ബേസ് എഡ്ജ്, അതായത് പാദവക്കൽ, ടോട്ടൽ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ്, പാദവക്കൽ ആകെ നീളത്തിൽ വരും 40 സെന്റിമീറ്റർ അല്ലെ, 40 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ പാർശ്വവക്ക്, അതായത് ലാറ്ററൽ എഡ്ജസ് അല്ലെ, അതിന്റെ മൊത്തം നീളത്തിൽ വരും, നമുക്കറിയാം ആകെ 92 ഉണ്ട്, അതിൽ നിന്ന് 40 കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ടോട്ടൽ ലെങ്ത് ഓഫ് ലാറ്ററൽ എഡ്ജസ്, അതായത് ആകെ പാർശ്വവക്കുകളുടെ നീളം എത്ര വരും, 92-ൽ നിന്ന് എത്ര കുറച്ചാൽ മതി, 40 കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 52. അപ്പൊ ഈ പാർശ്വവക്കുകളുടെ മൊത്തം നീളം 52 ആണ് അല്ലെ. അങ്ങനെ എത്ര പാർശ്വവക്ക് ഉണ്ട്, 4 എണ്ണം ഉണ്ട് അല്ലെ. 1 2 3 4 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒരെണ്ണത്തിന്റെ അതിന് കണ്ടുപിടിക്കാലോ. അതായത് ലെങ്ത് ഓഫ് 1 ലാറ്ററൽ എഡ്ജ്. അപ്പൊ ഒരു പാർശ്വവക്കിന്റെ നീളം എത്ര വരും, 52 ഉണ്ട്, 4 കൂട്ടിയിട്ട് അല്ലെ. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 13 അല്ലെ. അപ്പൊ 13 സെന്റിമീറ്റർ ആണ് എന്ത്, പാർശ്വവക്കിന്റെ നീളം അല്ലെ. പാർശ്വവക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇ. അപ്പൊ ഇതാണ് പാർശ്വവക്ക് അല്ലെ, അതായത് ഇ. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് ഇ കിട്ടി അല്ലെ, ഇ കിട്ടി. പിന്നെ എയുടെ നീളം എത്രയാണ് നമുക്ക് കിട്ടിയത്, 10 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് 10 സെന്റിമീറ്റർ കിട്ടി, ഈ നീളം കിട്ടി. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ല് കണ്ടുപിടിക്കാലോ. ഇവിടെ നമുക്ക് എല്ലാണ് ആവശ്യമുള്ളത് അല്ലെ, എല്ല് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയാൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക കേട്ടാ. ഒരു ട്രയാങ്കിള്, പിന്നെ അടുത്ത ട്രയാങ്കിള്, റൈറ്റ് ട്രയാങ്കിള്, അടിയിൽ A/2 മറക്കണ്ട. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചോദ്യം ചെയ്യാൻ പറ്റും. ഇവിടെ A/2 അല്ലെ, ഇവിടെ H, ഇവിടെ L, ഇവിടെ E, H L E, ഇതേ ഓർഡർ മറക്കണ്ട. ഇത് ഹൈറ്റ് അല്ലെ, ഇത് L, ഇത് E, ഇത് പാർശ്വവക്ക് അല്ലെ, ഇത് പാർശ്വവക്കിന്റെ നീളം. ഇത് നമുക്കറിയാം L എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലാൻഡ് ഹൈറ്റ് അല്ലെ. H എന്ന് പറഞ്ഞാൽ നമ്മുടെ പിരമിഡിന്റെ ഹൈറ്റ്. അപ്പൊ ഇതിൽ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, L ആണ് കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കുക, L കണ്ടുപിടിക്കണം. ഈ നമുക്കറിയാം അല്ലെ, A/2 അറിയാം. മനസ്സിലായല്ലോ. ഇത് 90 ഡിഗ്രി.
അപ്പൊ നോക്കിയാൽ എല്ല് കണ്ടുപിടിക്കണം. എല്ല് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് അല്ലെ കർണം ഇ സ്ക്വയറിൽ അല്ലെ ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. മനസ്സിലായില്ല? അപ്പൊ ഇത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പൊ ഈ സ്ക്വയറിൽ നിന്ന് a/2 ഹോൾ സ്ക്വയർ കുറച്ച് നമുക്ക് എൽ സ്ക്വയർ കിട്ടും. അതായത് എല്ല് കിട്ടാൻ എന്ത് ചെയ്യണം? എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലെ റൂട്ട് ഓഫ് എന്തിന്റെ സ്ക്വയർ? കർണം, അതായത് ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലെ. അതായത് റൂട്ട് ഓഫ് എന്ത് വരും? ഇയുടെ സ്ക്വയർ. ഈ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എത്രയാണ് ഈ 13 അല്ലെ? 13 സ്ക്വയർ മൈനസ് എന്ന് പറഞ്ഞാൽ 13 നമുക്ക് കിട്ടി അല്ലെ? 13 സ്ക്വയർ മൈനസ് a/2 അല്ലെ. എയുടെ പകുതി 10ന്റെ പകുതി എത്രയാണ്? 5 അല്ലെ? 5. അപ്പൊ 5 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 13ന്റെ സ്ക്വയർ എത്രയാണ്? 169 അല്ലെ? 169 മൈനസ് 5ന്റെ സ്ക്വയർ 25. അപ്പൊ എത്ര കിട്ടി? റൂട്ട് 144 അല്ലെ. അപ്പൊ റൂട്ട് 144 പറഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്? എല്ല് കിട്ടി 12 സെന്റിമീറ്റർ. ഇനി നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ടോട്ടൽ സർഫേസ് ഏരിയ ഈക്വൽ ടു എന്താണ് നമ്മൾ ഇക്വേഷൻ? a സ്ക്വയർ പ്ലസ് 2al അല്ലെ. അപ്പൊ a സ്ക്വയർ എന്നൊരു 10. അപ്പൊ 10 സ്ക്വയർ പ്ലസ് 2al 2 ഇൻറ്റു 10 ഇൻറ്റു എൽ നമ്മൾ കണ്ടുപിടിച്ചു 12. അതായത് എത്ര കിട്ടി? 10ന്റെ സ്ക്വയർ 100 അല്ലെ പ്ലസ് 2 ഇൻറ്റു 10 20 20 ഇൻറ്റു 12 240 അല്ലെ 240. അതായത് 340 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നോക്കിയാൽ എ അല്ലെ. എ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. പിന്നെയോ അടുത്ത വേണ്ടത് നമുക്ക് എൽ ആയിരുന്നു. എൽ തന്നിട്ടില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്തു? നമുക്ക് എന്ത് കിട്ടി? ഇ കിട്ടി അല്ലെ. ഇ എങ്ങനെ കിട്ടിയത്? മൊത്തം വക്കുകളുടെ നീളം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇയുടെ നീളം നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ലെങ്ത് ഓഫ് 1 ലാറ്ററൽ എഡ്ജ്, അതായത് ഇയുടെ നീളം നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ ഇയുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എല്ല് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് എപ്പോഴും നിങ്ങൾ നല്ല വണ്ണം ഓർമ്മയിൽ വെക്കണം. ഏത് പ്രോബ്ലം നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും, അങ്ങോട്ടൊക്കെ തെറ്റും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് എപ്പോഴും ഓർമ്മയിൽ വെക്കാം. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇതിൽ നിന്ന് എല്ല് കിട്ടി അല്ലെ. എല്ല് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താക്കി? വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ് വിത്ത് ദി ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ദി ബേസ് ഏരിയ അല്ലെ. അതായത് പാർശ്വതല പരപ്പ് അല്ലെ. പാർശ്വതല പരപ്പളവും അതുപോലെ തന്നെ പാദപരപ്പും ഇത് രണ്ടും തുല്യമായിട്ട് നമുക്കൊരു എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളത്? ഒരു സ്ക്വയർ പിരമിഡ് സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ചോദ്യം മനസ്സിലായല്ലോ? അതായത് ഇതിന്റെ ബേസിന്റെ ഏരിയയും ഈ പാർശ്വം അല്ലെ ലാറ്ററൽ സർഫസിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആദ്യം നോക്കിയാൽ എന്തിന്റെ ഏരിയ ഒക്കെ ഈക്വൽ ആവണം? ബേസിന്റെ ഏരിയയും ലാറ്ററൽ സർഫസിന്റെ ഏരിയയും ഈക്വൽ ആവണം അല്ലെ. അപ്പൊ നമുക്ക് എഴുതി വെക്കാം ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് പാർശ്വതല പരപ്പളവ് അല്ലെ. ഏതിന് ഈക്വൽ ആവണം എന്ന് പറഞ്ഞത്? ബേസ് ഏരിയക്ക് ഈക്വൽ ആവണം. ബേസിന്റെ ഏരിയ ഈ രൂപത്തിൽ നമുക്കൊരു സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം അല്ലെ. നമുക്കറിയാം ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? 2al അല്ലെ. 2al ഈ 2al കിട്ടിയത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അതായത് നോക്കിയാൽ നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞാണ്. അതായത് 4 ഇൻറ്റു ഒരു ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് അല്ലെ. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എച്ച്. ഒരു വശം എ ആണെങ്കിൽ എച്ചിന് പകരം ഇവിടെ എല്ലാം അല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 2 പ്രാവശ്യം അങ്ങനെയാണ് നമുക്ക് 4 ഇൻറ്റു 1/2 AL പകരം 2AL ആവുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലേ, 2AL. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ 2AL ആണ് സീക്വൽ ടു എന്തിന് തുല്യമായിരിക്കണം? ബേസ് ഏരിയ അല്ലേ. അപ്പോൾ ഇത് സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ പിരമിഡ് ആകുമ്പോൾ ബേസിന്റെ ഏരിയ എന്താണ്? A സ്ക്വയർ അല്ലേ. അപ്പോൾ 2AL A സ്ക്വയറിന് ഈക്വൽ ആയിരിക്കണം. ഇതാണ് അവർ പറഞ്ഞത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമുക്ക് 2AL = A സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെ 2A ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരു A ക്യാൻസൽ ചെയ്ത് പറഞ്ഞു. അപ്പോൾ ബാക്കി ഒരു A ഉള്ളൂ ഇവിടെ അല്ലേ. അപ്പോൾ 2L = A എന്ന് കിട്ടി. അതായത് Lന്റെ വാല്യൂ എത്ര വരും? അപ്പോൾ L = A, ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ /2. അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞതനുസരിച്ച് L അതായത് സ്ലാൻഡ് ഹൈറ്റ് അല്ലേ, സ്ലാൻഡ് ഹൈറ്റ് അതായത് ത്രികോണത്തിന്റെ ഉയരം, സ്തൂപത്തിന്റെ ഉയരമല്ല L എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, ത്രികോണത്തിന്റെ ഉയരം. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കണം? വശത്തിന്റെ നീളത്തെ അതെ ഈ ബേസിന്റെ നീളത്തിന്റെ പകുതിക്ക് ഈക്വൽ ആയിരിക്കണം അല്ലേ. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ
ഇതിൻ്റെ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതലല്ലേ, ഇവിടെ മുതൽ ഈ ഹൈറ്റ്, ഇതിൻ്റെ എച്ച് എന്താവും നമുക്കൊന്ന് നോക്കാം. ഏതിൻ്റെ? ഈ സ്തൂപികയുടെ എച്ച് എന്താണെന്ന് നോക്കാം അല്ലേ. എച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞു, ഇത് എപ്പോഴും ഓർമ്മയിൽ വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് എപ്പോഴും ഓർമ്മ വെക്കണം. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടാം? L² അല്ലേ. L² നിന്ന് എന്ത് കുറച്ചാൽ മതി? a/2 ഹോൾ സ്ക്വയർ കുറയ്ക്കുക അല്ലേ. ഇത് 90 ഡിഗ്രി, ഇത് L, ഇത് H, ഇത് a/2. അപ്പോൾ ഇവിടെ H കിട്ടാൻ L² നിന്ന് a/2ന്റെ സ്ക്വയർ കുറയ്ക്കണം അല്ലേ. ഈസ് ഈക്വൽ ടു L² മൈനസ് a/2 ഹോൾ സ്ക്വയർ. അപ്പോൾ H² ആണ് L² മൈനസ് a/2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ H എന്ത് വരും? H റൂട്ട് കൊടുക്കേണ്ടി വരും ഇതല്ലേ. റൂട്ട് കൊടുക്കണം. H ആണെങ്കിൽ √L² മൈനസ് a/2 ഹോൾ സ്ക്വയർ അല്ലേ. ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ ഇവിടെ Lന് അല്ലേ, Lന് ഇങ്ങനെ പറഞ്ഞനുസരിച്ച് ഇവിടെ Lന് എത്ര കിട്ടും? നമുക്ക് a/2 കിട്ടും അല്ലേ. അപ്പോൾ Lന്റെ വാല്യൂ നമുക്ക് a/2 കിട്ടാം. അപ്പോൾ അതൊന്ന് കൊടുത്തു നോക്കാം. Lന് പകരം a/2, അപ്പോൾ √L² പകരം a/2 ഹോൾ സ്ക്വയർ എഴുതി, മൈനസ് ഇവിടെ എന്താണുള്ളത്? a/2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ √Lന് പകരം a/2 ഹോൾ സ്ക്വയർ എഴുതി, മൈനസ് a/2 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും ഇവിടെ? റൂട്ട് a/2 ഹോൾ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ കുറച്ചാൽ √0 അല്ലേ. അതായത് ഇവിടെ H എന്ന് പറഞ്ഞ സാധനം എന്താ? 0 ആകും. അതായത് ഇവിടെ നിങ്ങളുടെ ഹൈറ്റ് ഉണ്ടാവില്ല അല്ലേ. അതായത് എന്തായിരിക്കും? ഇതിങ്ങനെ അമർന്ന് കിടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് പിരമിഡിന് ഹൈറ്റ് വേണ്ടേ? ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കുത്തനെ നിൽക്കുള്ളൂ. അപ്പോൾ ഈ ഹൈറ്റ് ഉണ്ടാവില്ല. എന്തായിരിക്കും? ഇത് ഒരേപോലെ ഇങ്ങനെ എന്തായിരിക്കും? ഇതുമ്പോൾ തന്നെ, ഈ ബേസുമ്പോൾ തന്നെ അത്ര നീളം തന്നെ ഇതിനുണ്ടാവുള്ളൂ. ക്ലിയർ ആയില്ലേ? ഈ ഹൈറ്റ് ഇതിന് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല? ഇത് ഈ രൂപത്തിൽ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വി കാണ്ട് മേക്ക് എ സ്ക്വയർ പിരമിഡ് വിത്ത് ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ബേസ് ഏരിയ അല്ലേ. ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും ഈക്വൽ ആയ പിരമിഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അതിന് കാരണം എന്താ? അവിടെ ഹൈറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.